50 വർഷം ലോകം മുഴുവനും ഒരു പെരും നുണ വിശ്വസിച്ചു. ആ നുണ വിറ്റത് പഞ്ചസാര കമ്പനികളായിരുന്നു. അവർ ശാസ്ത്രജ്ഞന്മാർക്ക് പണം കൊടുത്തു. 2016 ആ രേഖകൾ പുറത്തു വന്നു. അതിന്റെ സ്റ്റോറി ഞാൻ പറയാം. 1967 ഹാർവാർഡിലെ 3 ശാസ്ത്രജ്ഞന്മാർക്ക് പഞ്ചസാര വ്യവസായികള് പണം കൊടുത്തു. ഏകദേശം ഇന്നത്തെ മൂല്യത്തില് $50,000. അവർ NEJM എന്ന് വെച്ചാൽ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന ലേഖനത്തിൽ ഒരു ലേഖനം കൊടുത്തു. ഹൃദ്രോഗത്തിന്റെ കാരണം കൊഴുപ്പാണ്, പഞ്ചസാരയല്ല എന്ന് പറഞ്ഞിട്ട്. ലോകം അതങ്ങോട്ട് വിശ്വസിച്ചു. അങ്ങനെ ലോ ഫാറ്റ് യുഗം ആരംഭിച്ചു. അങ്ങനെ കൊഴുപ്പ് നീക്കിയപ്പോൾ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാതായി. അപ്പോൾ കമ്പനികൾ എന്ത് ചേർത്തു? പഞ്ചസാര ചേർത്തു. 1980 മുതൽ ഒബേസിറ്റിയുടെ അളവ് ക്രമാതീതമായിട്ട് ഉയർന്നു. 2016 ജമ ഇന്റർനാഷണൽ മെഡിസിനിലെ ഈ രേഖകൾ പുറത്തുവിട്ടു. അപ്പോഴേക്കും 50 വർഷം കഴിഞ്ഞിരുന്നു. ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് ഒരിക്കലും ഡയറക്റ്റ് കൊഴുപ്പായിട്ട് കയറുന്നില്ല. കൊഴുപ്പ് ഇൻസുലിന്റെ കുതിപ്പും ഉണ്ടാക്കുന്നില്ല. കൊഴുപ്പ് വയറ് നിറക്കും. പക്ഷെ ഇവിടെ ഒരു സന്തുലിതാവസ്ഥ വേണം. കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന് 9 കലോറിയാണ്. അരിയും പ്രോട്ടീനും 4. അതായത് കൊഴുപ്പ് എന്നുള്ളത് കലോറി സാന്ദ്രമാണ്. വെളിച്ചെണ്ണ ഒരു സൂപ്പർ ഫുഡൊന്നുമല്ല. NCT അവകാശങ്ങൾ പെരുപ്പിച്ചതാണ്. വെളിച്ചെണ്ണ LDL കൊളസ്ട്രോൾ കൂട്ടും. അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന് അത് കുറക്കാൻ പറയുന്നുണ്ട്. നെയ്യ് ഒരു ഔഷധമൊന്നുമല്ല കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ് എന്ന് പറയുന്നത് 120 കലോറിയാണ്. നെയ്യ് കഴിച്ചാൽ വണ്ണം കുറയും എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാം നുണയാണ്. എന്നാൽ നമുക്ക് ഉപയോഗപ്പെട്ട കൊഴുപ്പുണ്ട്. ശരിയായ കൊഴുപ്പ്, മീനിലുള്ള കൊഴുപ്പ്, omega-3 ഫാറ്റി ആസിഡ്, മുട്ട, നട്ട്സ്, അവകാഡോ, ഒലീവ്. പക്ഷെ ഇതിലൊക്കെ ശ്രദ്ധിക്കണം, അളവ് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഡോക്ടർ അങ്കിളിന്റെ ലൈന് ഇവിടെ പറയാനുള്ളത്, കൊഴുപ്പൊരു വില്ലനല്ല, എന്നാൽ കൊഴുപ്പൊരു നായകനും അല്ല, ഒരു സാധാരണ കഥാപാത്രം മാത്രം. അപ്പൊ കൊഴുപ്പ് തിന്ന നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടും എന്നുള്ള പെരുനുണ, അതിന്റെ സയൻസ് മനസ്സിലായല്ലോ. നാളെ നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്ന നുണ, വയറ് കുറക്കാൻ വയറിന്റെ വ്യായാമം. 1000 ക്രഞ്ചസ് മൊയ്തീനായി ചെയ്തു. ഫലം കേട്ടാൽ നിങ്ങളും ചിരിക്കും. അപ്പോൾ ഫലത്തിനായിട്ട് നാളെ നമുക്ക് കാണാം. See you, bye bye.